ദൈവനാമപ്പെടുമാറാകട്ടെ. ഈ മിനിറ്റുകളിൽ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന് വചനം പറയുന്ന സമയത്ത് ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ, സഹായിക്കട്ടെ. ഈ മിനിറ്റ് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം ഷെയർ ആഗ്രഹിക്കുന്നു. വിശുദ്ധ സങ്കീർത്തന പുസ്തകം 121 സങ്കീർത്തനം 1 വാക്യം. സങ്കീർത്തനം ഇപ്രകാരം: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരും. ഈ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ എഴുതി കണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എനിക്കൊരു സഹായം വേണം, എനിക്കൊരു സഹായം. ഈ ലോകത്തെ മനുഷ്യൻ സഹായം ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്, സഹായം കൊതിക്കുന്ന മനുഷ്യനാണ്, സഹായം പ്രതീക്ഷിക്കുന്നു. ഏതൊരു മനുഷ്യനും സഹായം ആഗ്രഹിക്കുന്നു. പക്ഷെ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹായിക്കാം എന്ന് പറഞ്ഞ പലരും നമ്മളെ സഹായിക്കാതിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ദൈവം. പരിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എവിടെ നിന്ന്? എനിക്ക് സഹായം വരാൻ ഒരു വഴിയില്ല. വരേണ്ട വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്ക് സഹായം വരാൻ വേറെ വഴിയില്ല, വഴിയില്ല. പക്ഷെ എന്നാൽ അടുത്ത വാക്കിനെ പറയുന്നു, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ. ഇന്നീ മിനിറ്റ് പലരും നിന്നെ സഹായിക്കാന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് നമ്മുടെ യേശു. സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എന്നെ കരുതും, എൻ്റെ ദൈവം എന്നെ നടത്തും. ഇന്നീ മിനിറ്റ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ചിന്ത ഇറങ്ങി വരണം. ഈ മിനിറ്റ് യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. എന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. അടുത്ത മിനിറ്റ് ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്നെ കാൽ വഴുതുവാൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടോ, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. പലപ്പോഴും ഞാനും നീ വഴുതി പോകും എന്ന് ചിന്തിക്കും. വഴുതി പോകും, ഇനി രക്ഷയില്ല, ഇനി സാഹചര്യമില്ല, ഇനി സാധ്യതയില്ല എന്ന് പറയുന്നത്. ഇനി മിനിറ്റ് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റും, നിങ്ങളെ സഹായിക്കുന്ന ദൈവമുണ്ട്. പലപ്പോഴും എല്ലാ വഴികളും വാതിലുകളും അടയുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ വിഷമിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു സഹായം ആര് സഹായിക്കാനില്ല. സത്യത്തിൽ എന്നെ സഹായിക്കുന്നത് ദൈവം. എല്ലാം തീർന്നെന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് കണ്ടായിരുന്നോ, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ യഹോവയാണ്. ഒന്ന് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുക, ദൈവം നിന്നെ സഹായിക്കുന്നത്. അവൻ നിന്നെ സംരക്ഷിക്കുന്നവനാണ്. കർത്താവ് നിനക്ക് വലിയ കാര്യം ചെയ്യുന്നവനാണ്. യേശു വലിയവനാണ്. നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് അവനെ സമർപ്പിക്കാമോ? കഥ വലിയ കാര്യങ്ങൾ വേണ്ടി ചെയ്യട്ടെ. ഒരു ദിവസം കണ്ടുപിടിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ മിനിറ്റ് ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ സഹായം ആകാശത്തിൽ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നുവെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. പിതാവേ, ഈ മിനിറ്റ് അങ്ങയുടെ സഹായത്താൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണം. അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോ കുറയണം, അങ്ങയുടെ നാമമോ വളരണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ.